ഒന്നിനും പുറകോട്ട് പോകണ്ട. എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക പറയാൻ പറ്റൂല. ഖുർആനിന്റെ ഒരു ചെറിയ ഒരു പേപ്പർ, ബിസ്മി എഴുതിയ ഒരു പേപ്പർ മാലിന്യത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് അത് സൂക്ഷ്മതയോടുകൂടി വെച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയാക്കി ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. എപ്പോഴാ രക്ഷപ്പെടുന്നത് പറയാൻ പറ്റൂല. ഏത് നന്മ ചെയ്താലാണ് പടച്ച റബ്ബ് ഖബൂലാക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നിനെ നിസ്സാരപ്പെടുത്തണ്ട. ഏത് ചെറിയ അമലും വലിയ അമലായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം. ഒരുപാട് ചെയ്തു കൂട്ടലല്ല, എല്ലാ തിന്മകളും ഒഴിവാക്കുക. നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നത് കൃത്യമായി ചെയ്യാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. വളരെ കുറച്ചുള്ള അമലാണ് 5 വഖത്ത് നിസ്കാരം, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, യാസീൻ, ഇദാ വഖഅതി അർറഹ്മാൻ, 100 സ്വലാത്ത്, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. വേറെ ഒന്നും കൂടുതലൊന്നുമില്ല. എങ്കിൽ അത് കൃത്യമായി ചെയ്തു പോകല. എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും കൃത്യമായി ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണ്ടേ? ചിലരെന്ത് ചെയ്യും? ഇത് കേട്ടിട്ട് രാവിലെ സുബഹിക്ക് തന്നെ തച്ചിനിരുന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കുളച്ച് ഫുള്ളിരിക്കും. ചിലപ്പോൾ ഭയങ്കര നിസ്കാരം, എന്നിട്ട് സുബഹി സ്കരിക്കാതെ കിടന്നു. ഇല്ലെങ്കിൽ സുബഹി കഴിഞ്ഞിട്ട് കുറേ നേരം ഖുർആൻ ഓതി ദിക്റൊക്കെ ചൊല്ലിയിരിക്കും. പിന്നെ ക്ഷീണം കാരണം ളുഹർ കാണത്തില്ല. ഇത് ഒരു ദിവസം ഉണ്ടാവും, അടുത്ത ദിവസം ഇല്ല. കാരണം വേറെ ജോലിപ്പാട്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നതിനൊരു ടൈം ടേബിൾ ഉണ്ടാവും. നമ്മുടെ നിസ്കാരം എന്തായാലും നമ്മൾ പള്ളി വരുന്നു ഫർദ് നിസ്കരിക്കാൻ. എന്റെ സഹോദര, ആ റവാത്തിബ് സുന്നത്ത്, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചൂടെ? മൻ സല്ല അർബഅൻ ഖബല ളുഹരി വ അർബഅൻ ബഅദഹു ഹറമഹുല്ലാഹു അലന്നാ ശഫീഉനാ റസൂലുള്ളാഹി. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, 4 റക്അത്ത് ഈ രണ്ടായിട്ട് നിസ്കരിച്ച് ളുഹറിന് ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയാൽ നരകം നിനക്ക് നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് നബി പഠിപ്പിച്ചതാണ്. അപ്പൊ ആ അമൽ പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം. അത് നിത്യമായി ചെയ്യണം. ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഖളാ വീട്ടണം. അങ്ങനെ ശീലിക്കണം. ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോൾ അപ്പോൾ ളുഹറിന് ഒപ്പുള്ളത് കിട്ടിയില്ല, ശേഷം നമുക്ക് ഖളാ വീട്ടാം. ളുഹറിന് ഒപ്പുള്ളതാകുന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കും. നിയത്ത് ചെയ്തിട്ട് അത് ഖളാ വീട്ടാം. ഇങ്ങനെ നമ്മുടെ നിസ്കാരം നിർവഹിച്ചു പോയാൽ ഒരു 40 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ ജമാഅത്തും കറക്റ്റ് ആക്കുമെന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. 40 ദിവസം കറക്റ്റായിട്ട് ജമാഅത്തും മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തിരക്കായാലും അങ്ങനെ ഒന്ന് നിയ്യത്ത് വെച്ച് നോക്കി. നിങ്ങൾ ഇവിടെ നിന്ന് ബേക്കലിലോട്ട് പോയി, കാസർഗോഡ് പോയി, എവിടെ പോയിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ